ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഒരു കൊതുക് ബാറ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കാൻ സാധിക്കും, കൊതുക് ബാറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതുപോലെ തന്നെ കൊതുക് ബാറ്റിൽ സാധാരണ സംഭവിക്കുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ്, ഇവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ കൊതുക് ബാറ്റ് അഴിക്കുന്നതിനായിട്ട് ഈ 4 സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റുക. കൊതുക് ബാറ്റ് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ കാണുന്ന ഉപകരണങ്ങളാണ് ഇവയൊക്കെ. ഇത് PCB ആണ്, ഇലക്ട്രോണിക്സ് കമ്പോണൻസുകളൊക്കെ അടങ്ങിയ ഒരു PCB. അതുപോലെ 4 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി, അതുപോലെ പിന്നീട് AC കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ. ഇത്രയും സംവിധാനങ്ങളാണ് ഈ ബാറ്റിലുള്ളത്. ഈ കൊതുക് ബാറ്റിന് സാധാരണയായി ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ഈ 4.4 വോൾട്ടുള്ള ഈ ബാറ്ററിക്കാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ വരുന്നത്. ചാർജ് പിടിക്കാതെ കുറച്ച് കാലശേഷം ബാറ്ററി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് കംപ്ലൈൻ്റ് ആകുക സാധാരണമാണ്. അതുപോലെ തന്നെ ഈ പോയിൻ്റ് അല്ലെങ്കിൽ ഈ പോയിൻ്റ് ഏതെങ്കിലും പോസിറ്റീവിലോ നെഗറ്റീവിലോ വയറ് ഇളകിപ്പോകുക, അത് ക്ലാവ് പിടിച്ച് ഇളകിപ്പോകുന്ന ഒരു പ്രവണത സാധാരണ കൊതുക് ബാറ്റിൽ കാണാറുണ്ട്. ഈ കംപ്ലൈൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ 80% കംപ്ലൈൻറ്റുകളും കൊതുകിന് ബാറ്റിന് സംഭവിക്കുന്നത് ഈ ഒരു കംപ്ലൈൻറ്റുകളാണ്. പിന്നീടുള്ള കംപ്ലൈൻറ്റ് മൈക്രോ സ്വിച്ച് കംപ്ലൈൻ്റ് ആകുന്ന കംപ്ലൈൻറ്റ്. നമ്മൾ ഞെക്കുമ്പോൾ വർക്ക് ചെയ്യാതിരിക്കുക, ലൈറ്റ് കത്താതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. പിന്നീടുള്ളത് ഈ റെസിസ്റ്റർ, ഇത് ഫ്യൂസിബിൾ റെസിസ്റ്ററാണ്, ഫ്യൂസിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്ററാണ്. ഇത് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. AC കറണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ഈ സോക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രവർത്തനം, ഒരു കറണ്ടിൻ്റെ ഒരു ലൈൻ വരുന്നത് ഈ റെസിസ്റ്ററിൻ്റെ ഒരു കാലിലാണ്, മറ്റ് കണക്ഷൻ വരുന്നത് ഈ കാലിലാണ്. ഇത് വോൾട്ടേജിനെ കുറയ്ക്കുന്ന ഒരു കപ്പാസിറ്ററാണ്. ഇത് വോൾട്ടേജിനെ കുറച്ച് ഏകദേശം ഒരു 10 വോൾട്ട് 12 വോൾട്ടൊക്കെ ആക്കി ഔട്ടിലേക്ക് വിടുന്നു. ഇതിലൂടെ കയറി ഫ്യൂസിബിൾ കോഡ് മറ്റൊരു ലൈൻ ഇതിലൂടെ കയറി ഇപ്പുറത്ത് വരുന്നു. ഇപ്പോൾ കുറഞ്ഞു വരുന്ന ഈ 12 വോൾട്ട് അല്ലെങ്കിൽ 9 വോൾട്ട് കറണ്ടിനെ ഈ റെക്ടിഫയർ, ഇത് 4 ഡയോഡുകൾ ചേർന്ന ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഇത് AC കറണ്ടിനെ DC ആക്കിയിട്ട് നമ്മുടെ ബാറ്ററിയിലേക്ക് നൽകുന്നു. ബാറ്ററി ആ കറണ്ട് ശേഖരിച്ച് വെക്കുന്നു. അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഇത് ഊരിയെടുത്ത് കൊതുകിനെ തല്ലാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നടക്കുന്ന പ്രവർത്തനമാണ് ഈ 4 വോൾട്ട് DC കറണ്ടിനെ ഈ ഓസിലേഷൻ സർക്യൂട്ട്, അതായത് ഈ ട്രാൻസ്ഫോമർ, ഈ കപ്പാസിറ്റർ, റെസിസ്റ്ററുകൾ, ഈ ട്രാൻസിസ്റ്റർ, ഇവയെല്ലാം ഉപയോഗിച്ചിട്ട് ഈ 4 വോൾട്ടിനെ ഓസിലേഷൻ ചെയ്ത് AC കറണ്ടാക്കുന്നു. AC കറണ്ടിനെ ഹൈ വോൾട്ടാക്കി ട്രാൻസ്ഫോമർ മാറ്റിയ ശേഷം ഔട്ടിലേക്ക് നൽകുന്നു. ഔട്ടിൽ നൽകി ഈ ഡയോഡുകൾ, ഇത് ഒരു പ്രത്യേകതരം ഡയോഡാണ്, 4000 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡയോഡാണ്. അതുപോലെ ഹൈ വോൾട്ടാണ് ഇവിടെ വരുന്നത്. ആംബിയർ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കറണ്ടിച്ച് നമ്മൾ മരിക്കാനൊന്നും ഇടവരത്തില്ല. എന്നാലും നല്ല ഒരു നമ്മൾ കൈയൊക്കെ തൊടുവാന്ന് വെച്ചാൽ കരിഞ്ഞു പോകാനൊരു അവസ്ഥയുണ്ട്, ചെറിയ രീതിയിൽ കരിയുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയാണ് ഈ കൊതുകിലൊക്കെ കരിഞ്ഞു പോകുന്നത്. പിന്നീട് ഇതിൻ്റെ അകത്തുള്ള ഒരു LED ആണ്. ഇത് ടോർച്ചായിട്ട് ഉപയോഗിക്കുന്നത്. അത് ചില ബാറ്റുകൾക്ക് ടോർച്ച് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ കണക്ഷൻസുകൾ നമുക്ക് നോക്കാം. ഇത് മെയിൻ കണക്ഷനാണ്. കൊതുക് ബാറ്റിൻ്റെ നെറ്റിൻ്റെ, അതായത് നെറ്റിൻ്റെ നടുക്കേക്ക് കണക്ഷൻ കൊടുക്കുന്ന കണക്ഷനാണ് ഇത്. ഇത് രണ്ടും കോമണ്. വെളിഭാഗത്തായിട്ട്, നെറ്റിൻ്റെ വെളിഭാഗത്തായിട്ട്, അതായത് ഈ വെളിഭാഗത്ത് വരുന്ന കണക്ഷനാണ് മഞ്ഞ ലൈന്, നടുക്ക് വരുന്നത് ചുവന്ന ലൈന്. ഇതിപ്പോൾ വർക്കായ ഒരു കൊതുക് ബാറ്റാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ കൊതുക് ബാറ്റിനെ പറ്റിയുള്ള നമ്മുടെ സംശയങ്ങളെല്ലാം മാറി എന്ന് വിചാരിക്കുന്നു. ഏതൊരാൾക്കും നിസ്സാരമായിട്ട്, ശകലം ഐഡിയ ഉള്ള ഏതൊരാൾക്കും നിസ്സാരമായിട്ട് നമുക്ക് ഈ കൊതുക് ബാറ്റ് റെഡിയാക്കാൻ സാധിക്കും. ഈ ബാറ്ററിക്കൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 40 രൂപ 30 രൂപ വിലയുള്ളൂ. നിസ്സാരമായിട്ട് നമുക്ക് റെഡിയാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇഷ്ടപ്പെടുകയാണ്. നമ്മുടെ ചാനലോട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ഒക്കെയാണ് നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യാൻ നമുക്ക് പ്രചോദനം നൽകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.